ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യ പത്മേഷോ രവിസ്വരൂപം പ്രണവോ തുഞ്ചത്തെഴുമാര്യപാദം. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമാം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗതാ ജാഡ്യം വാക്പടുത്വം ച ഹനുമൽ സ്മരണാത് ഭവേ ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണ വരദ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീ രാമചന്ദ്രസ്വാമിനേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം. അധ്യാത്മരാമായണത്തിൽ ആരണ്യകാണ്ഡം ജടായു സംഗമം. ശ്രുത്വൈതൽ സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം. ജടായു സംഗമം. അദ്രിശൃംഗാപം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമേനാകും വൃത്തനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ട് രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ. രക്ഷസാമ്പ്രവരനീ കിടക്കുന്നതോ മുനിപക്ഷകൻ, ഇവനെ നീ കണ്ടതില്ലയോ സഖേ? വില്ലിങ്ങ് തന്നിടും നീ ഭീതിയുണ്ടാകൊല്ല, കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നത് കേട്ട് പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത് കഷ്ടം കഷ്ടം കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിതു പഞ്ചവടി തന്നിൽ അമ്മാറു. സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു. ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ട് തൽപ്പമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും. കദളീവന സാമ്രാജ്യാഖില ഫലവൃക്ഷവ്രതകാനനെ ജനസംബോധന വിവർജിതേ. നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം.
ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ അരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാഭിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു. ജഗത്രയെ മായയാകുന്നത് നിർണയം. അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം, മായയ്ക്കെന്നറിയുക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയുക. അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനസ്വരൂപിണിയാകും വിദ്യയായതും മറ്റേത് ആനന്ദ പ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജു ഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നിയല്ലേ അല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ടാം. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ചയാമയം. ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചിതേ. ഇന്ദ്രിയദശവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമെന്നുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്ന് ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേ ഇല്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സെ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാം മന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവധാരാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്സേഹത്വവും ചെയ്തു ശക്തിയും ഒന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലെ വസിക്കണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും. ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ
ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികൽപ്പങ്ങളേതുമേ ഉണ്ടാകൊലാം. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ, ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ, മാനമില്ലാതെ പരമാത്മാവു താനേ. വേറെ നിൽപ്പിത് ചിതാത്മാവ്, ശുദ്ധം അവ്യക്തം ബുദ്ധം. തൽപദാത്മാ ഞാനിഹ ത്വൽപദാർത്ഥവുമായി. ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമുണ്ടാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ട് തന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ. സർവതന്ത്രപരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വ അന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ. ഏകൻ അദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശൻ അജനൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യ ഉപാധികളിൽ വേറിട്ടവൻ മായാമയൻ. ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേതാത്മാനാം. ജ്ഞാനം ആചാര്യശാസ്ത്ര ഉഖോപദേശക്യ. ജ്ഞാനം ആത്മാനോരേവം ജീവപരയോർമൂലാ വിദ്യ. ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോൾ ഉള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോട് ആശുവേറിട്ടിരിപ്പതാം ആത്മാവെന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ. പറവാനും ഇതറിവാനും ഉള്ളം നല്ല ഉണർവോ ഉള്ളോരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭങ്ങൾ. മൽഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരുന്താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിന്നുണ്ട് പണി. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിതവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവു ന്യൂനം. ഭക്തിക്ക് കാരണവും എന്തെന്ന് കേട്ടാലും നീ. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയും അത പൂജനം വന്ദനം ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നി വിപ്രാണാം കൊടുക്കുകയും അതാ മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാമൽ ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതം ഇത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്ക് ഒരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. അവരല്ലോ ഭക്തിയുക്തന് ജ്ഞാന വൈരാഗ്യങ്ങൾ സദാ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതോ നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം മമ. ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ. ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാംഗം മർത്യനിതോ നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമാ അകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ശൂർപ്പണഖ വൃത്താന്തം. ഇത്തരം സൗമിത്രിയോട് അരുളി ചെയ്തു പുനരിത്തിരി നേരവിരുന്നിടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനിചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകമ്പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം
ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയായ അവളേറ്റം സുന്ദരവേഷത്തോട് മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോട് മന്ദമായുര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാൻ, ആഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം പ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നറിഞ്ഞില്ലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമൻ എന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത. ധന്യേ മൽപ്രാതാവായ ലക്ഷ്മണൻ ഇവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കോ മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നത് കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടുകൂടെ പോന്ന് രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോട് അരുൾ ചെയ്തിടിനാൻ. ഞാനിഹ തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു. സദാകാലം ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ. മാനസേ പാർത്താൽ വെടിഞ്ഞിടരുത് അതു ഒന്നുകൊണ്ടും. സാപത്ന്യേനാഭവ ദുഃഖം എത്രയും കഷ്ടം. താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമ പ്രാത. സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെ ഒക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും. അവനെടോ മംഗളശീലനുരൂപൻ എത്രയും നിനക്കങ്ങു നീ ചെന്ന് പറഞ്ഞിടുക വൈകിടാതെ. എന്നത് കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്ന് അവൾ അപേക്ഷിച്ചാൽ ഭർത്താവാകുന്നു തന്നെ. ചൊന്നവളോട് ചിരിച്ചവനുമുര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ. ധന്യേ നീ ദാസിയാവാൻ തക്കയവളല്ലേയല്ലോ. ചെന്ന് നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ട് രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോട് ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. ഒന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ. മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരഥം. ഇത്തരം അവൾ ഉര ചെയ്തത് കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം. അതിനിവളുണ്ട് എനിക്കിപ്പോൾ. ഒരുത്തി വേണം, അവൻ അതിനാരെന്ന് തിരഞ്ഞിരിക്കുന്ന നേരം അപ്പോൾ നിന്നെയും കണ്ടു കിട്ടി വരുത്തും ദൈവമൊന്ന്. കൊതിച്ചാലിനി നിന്നെ വലിച്ചു കീറിക്കൊള്ളും അതിന്.
ഒരുത്തി വേണം അവൻ അതിനാരെന്ന് തിരഞ്ഞിരിക്കുന്നേരം അപ്പോൾ നിന്നെയും കണ്ടു കിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളുവന് ഇല്ല സംശയമേതും തെരിക്കെന്നെനിക്കാലം കളഞ്ഞിടാതെ ചെൽക്ക തെരിക്കെന്നെനിക്കിക്കാലം കളഞ്ഞിടാതെ ചൊൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനിടോ തെരിക്കെന്നെനിക്കാലം കളഞ്ഞിടാതെ ചെൽക്ക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനിടോ രാഘവവാക്യം കേട്ട് രാവണ സഹോദരി വ്യാകുല ചേതസ്സുടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്ന് അപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നിന്നിലില്ലേതും ഒരു കാംക്ഷയെന്നറിയ നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെ അത് കേട്ട് രാഘവ സമീപേ പോയി ചെന്ന് നിന്ന് അപേക്ഷിച്ച ആൾ ആശയ പലതരം കാമവും ആശാഭംഗം കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ട് രാക്ഷസി. അപ്പോൾ മായാരൂപവും വേർപെട്ട അഞ്ജനശൈലം പോലെ കായാകാരവും ഘോര ദംഷ്ട്രയും കൈ കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ട് സീതാദേവിയോട് അടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ച് ചാടി വന്നു വാളുറയൂരി കാതും മുലയും മുക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി 4-5 നാഴി വരുമരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ച് കാളരാത്രിയെപ്പോലെ ഘോരയാ നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. കരവധം. രാക്ഷസപ്രവരനായിടിന കരൻ മുൻപിൽ പക്ഷേ മറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ ആശുഖരൻ. മൃത്യുതൻ വക്ത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചു തത്ര ചൊല്ല ആരെന്നോടെയും എന്നോടെത്രയും വിരയെ നീ വീർത്തേറ്റം വിറച്ചലറി സ്നഗ്ധഗൽഗതമാർത്തി പൂണ്ടൊരു ഭീത്യ ചൊല്ലിനാൾ അവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ട ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുമുണ്ട് കൂടെ സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താല ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചതോ മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്ന് രക്തവും പാനം ചെയ്ത് ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗിനിക്ക് രക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോകാം നിങ്ങൾ. നീ കൂടെ ചെന്ന് കാട്ടിക്കൊടുത്തിടിനാനെന്നാൽ ഇവരാകുലം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ. കരൻ ഏറ്റം ഉന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുൽഗരമുസലാദി ചാപേഷു ഭിണ്ടിപാലാദി പലവിധമായു ആയുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു ഉത്തതന്മാരായി ചെന്ന് യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം ബദ്ധവൈരേണ 14 ഒരുമിച്ച് ശസ്ത്രൗഖം പ്രയോഗിച്ചാർ. ചുറ്റും നിന്നൊരിക്കലേ മിത്ര ഗോത്രാത്ഭുതനാം ഉത്തമ
ഉത്തമൻ രാമൻ ശത്രുക്കളയച്ചൊരു ശത്രുകം വരും നേരം പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും ബാധിച്ചേൻ ഓരോന്നിനാൽ പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ ശൂർപ്പണഖയും അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി കരൻ മുമ്പിൽ വീണലറിനാൾ എങ്ങു പോയി കളഞ്ഞിതു നിന്നോട് കൂടെ പറഞ്ഞിങ്ങ് നിന്നയച്ചവർ 14 പേരും ചൊൽനീ അങ്ങ് ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ട് ശൂർപ്പണഖയും അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി കരൻ മുമ്പിൽ വീണലറിനാൾ എങ്ങു പോയി കളഞ്ഞത് നിന്നോടുകൂടെ നിന്നയച്ചവർ 14 വരും ചൊൽനീ അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്ന് ശൂർപ്പണഖയും ചൊല്ലിനാൾ. അത് കേട്ടു വന്ന കോപത്താൽ കരൻ ചൊല്ലിനാൻ അതു നേരം പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അനുജൻ ശ്രീശിരസും ഘോരനാം കരനേവൻ ചൊന്നത് കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും കരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമങ്കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷമിത് നമ്മോട് യുദ്ധത്തിനാ വരുന്നു. ഘോരനാം കരനേവൻ ചൊന്നത് കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും കരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്യുവതിന് ഉഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാങ്കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷമിത് നമ്മോട് യുദ്ധത്തിന് വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പൊരു യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ മാനസേ നിനക്ക് സന്ദേഹമുണ്ടായിടലാം. മറ്റൊന്നും ചൊല്ലുന്നതില്ലെന്ന് എന്നെ എന്നാണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ട് അങ്ങനെ തന്നെ എന്ന് ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകമ്പുക്കാൻ ചാപബാണങ്ങളെയും എടുത്തു പരീകര ആഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ച് ശത്രൗകം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ട് ഏറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കര നേത്രന്മേൽ മെയ്മേൽ തൽക്ഷണം അവയെല്ലാം എയ്ത് കണ്ണിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു. നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണൻ അത് നേരം ഉഗ്രസന്നിപനായ രാമനോടടുത്തിതു. തൂകിനാൻ ബാണഗണം അവറ്റ രഘുവരൻ വേഗേന ശരങ്ങളാലൻ മണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരകം 4നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ച് തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്ന് ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാട് ശതഭാരായ ആയസ നിർമ്മിതമായ കൽപ്പേറും പരീഖവും ധരിച്ചു വന്നാൻ. അവൻ തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി
താൽപരികത്താൽ പ്രഹരിച്ചതു സീതാപതി മസ്തകം പിളർന്നുടൻ ഉർവിയിൽ വീണു. സമവർത്തി പത്തനം പ്രവേശിച്ചതു ദൂഷണൻ വീണ നേരം വീരനാന്ത്രി ശിരസും രോഷേണ 3 ചരം കൊണ്ട് രാമനെ എയ്താൻ മുന്നം ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെ എയ്താൻ 3 എയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസും 100 ബാണങ്ങളെയ്താൻ. അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവനായുധം ബാണമെയ്താൻ. അവനീപതി വീരൻ ഇവനെ അവയും നുറുക്കിനാൻ. അവനീപതി വീരൻ അവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരം ഇരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം ഘനനാദിത്യാഭസ്തേടിടും രഥം തന്നിലമ്മാറ് കരേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്ന് എയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും കരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ. മുഷ്ടി ദേശേ ബാണമെയ്താശു കരൻ ചട്ടയും നുറുക്കിനാൻ. ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ വിളർന്നിടിനാൻ. അതുനേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്ന് ഭയത്തോട് അമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേകുമ്പോത്ഭവൻ തന്നെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയ്യിൽ കാണായി വന്നതെത്രയും ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സുകൾ കൊണ്ട് കാണായി വന്നു രാമചന്ദ്രൻ. ചന്ദ്രനെ അപ്പോൾ ഖണ്ഡിച്ചാൻ. ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതി നായകനാണ്. അടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിന ശുകരൻ തെറ്റൊന്നു പൊടിച്ചിതു രാഘവനും. അപ്പോൾ പിന്നെയും ഗതയും എടുത്താൻ ആശുകരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാൽ. അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നു. അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ കരൻ. ഘോരമാഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ. വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമയ എയ്തീന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈരുതമസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വ്യായമയച്ചതു ഐന്ദ്രാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്തത് കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹകമസ്ത്രം കൊണ്ട് ശാന്തമായതു കണ്ട് കരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചത് കണ്ട് രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ട് തടുക്കയാൽ തീഷ്ണം ആ മൈഷീകാസ്ത്രമെയ്തത് രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മുന്നമ്പു തന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തീരും പേരും പൊടിവെടുത്തു കളഞ്ഞപ്പോൾ യാതുദാനാധിപതിയെ ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടിനാൻ. അടുത്തിടുന്നേരം ക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ഇന്ദ്രദൈവതമസ്ത്രം അയച്ചളവ് ചെന്നിന്ദ്രാരി തലയറുത്തിടിനാൻ. ജഗന്നാഥൻ വീണിതു ലങ്കാനഗരോത്വരദ്വാരെ തല തൂണി പൊക്കിതു വന്നു ബാണവും. അതു നേരം കണ്ടു രാക്ഷസരെല്ലാം അവരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. കരദൂഷണ ത്രിശിരാക്കളും നിശാചരന്മാരും 14,000 മരിച്ചിതു നാഴിക 3:45 കൊണ്ട് രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ. രാവണ ഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം. അതു നേരം
ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്ന് മാനസേ പുനരവരേവരും. അത് നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച് ആമോദം പൂണ്ടുകൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജൻ രാമലോകാഭിരാമ സമസ്തപാപഹരാം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വരാദയാവാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപതേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാട് മഹേശനെ തപസ് ചെയ്തു സന്തോഷിപ്പിച്ച് ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലഛാദന കുടാരമായി ഭവാൻ ഇതി പ്രാർത്ഥിച്ച് ഞങ്ങൾ മഹാദേവനോടും അതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ. അതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ. രാക്ഷസദേഹന്മാരാ നിങ്ങളെ ഛേദിച്ചെന്ന് മോക്ഷവും തന്നിടും അവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായതു രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാം നിന്തിരുവടിനാഥ എന്ന് അവരപേക്ഷിച്ച നേരത്ത് രഘുവരൻ മന്ദഹാസവും പൂണ്ട് സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയമന പ്രാണ അഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ആദ്യ അവസ്ഥകൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാൽ ആപായികളാം കാലാതിവേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മാനന്ദ രാക്ഷസദേഹന്മാരാ നിങ്ങളെ ഛേദിച്ചതും മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായ രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാ നിന്തിരുവടിനാഥ എന്ന അവരപേക്ഷിച്ച നേരത്ത് രഘുനാഥൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയമന പ്രാണാഹങ്കാരതികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗൽ സ്വപ്ന ആഖ്യാദ്യ അവസ്ഥാഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ആഗമാപായികളാം കാലാതിവേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മമാനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ്റെ കൽക്കാരണൻ ദാശരഥി രാഘവൻ 3.25 നാഴിക കൊണ്ട് കൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താർ. ശസ്ത്രൗഖ നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ട് സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്ന് രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഖ നികൃത്തമാം സഭർത്തൃവിഗ്രഹം കണ്ട് മുക്തബാഷ്പോദകം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറിപ്പിച്ചിടിനാലൊക്കവേ പുണ്ണും അതിൻ വടുവും മാച്ചിടിനാൾ. രക്ഷോവീരന്മാർ വീണു കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ.
പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും കരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്ന് പാപനാശൻ അരുൾ ചെയ്ത് അയച്ചൊരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ. നമിത്രാന്തകൻ കരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യ വൈരികളെ എന്ന് ഉറച്ചു മുനിജനം. പലരു കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾക്കാമായ തട്ടായിവാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കെ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാച്ചു. രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തംബുജ വിലോചനൻ അങ്കുലത്തിന്മേലിട്ടും ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്ക് നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്ക് അണിഞ്ഞിടുവാൻ അരുളിനാൻ. പൂർവൻ രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മർദ്ദനം കൃത്വാ രാവണ കുംഭകർണ നിധനം സമ്പൂർണ്ണ രാമായണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി